കണ്ണൂർ വെടിവെപ്പിൻചാലിൽ അങ്കനവാടി കെട്ടിടത്തിൽ ഫാൻ പൊട്ടി വീണ് 3 വയസ്സുകാരനായ ആദിദേവ് എന്ന കുട്ടിക്ക് തലയ്ക്ക് ഗുരുതരമായ പരിക്കേറ്റു. ഇന്നലെ രാവിലെ ഏകദേശം 10 മണിയോടുകൂടിയായിരുന്നു സംഭവം നടന്നത്. അങ്കനവാടി പ്രവർത്തിച്ചിരുന്നത് വളരെ ശോചനീയമായ അവസ്ഥയിലായിരുന്നു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഒരു താൽക്കാലിക കെട്ടിടം കൂടിയായിരുന്നു. സംഭവ സമയത്ത് 3 കുട്ടികൾ മാത്രമാണ് അങ്കനവാടിയിൽ ഉണ്ടായിരുന്നത്. ഫാൻ പൊട്ടി വീണ ഉടൻ തന്നെ കുട്ടിയുടെ നിലവിളി കേട്ടാണ് നാട്ടുകാർ ഓടിയെത്തിയത്. വർഷങ്ങളോളം പഴക്കമുള്ള ഒരു ഫാനാണ് അപകടത്തിന് കാരണമായത് എന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. പരിക്കേറ്റ കുട്ടിയെ ഉടൻ തന്നെ ജില്ലാ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചു. ഈ സംഭവം അങ്കനവാടികളുടെയും കെട്ടിടങ്ങളുടെയും അവിടെ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുടെയും സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കയാണ് ഉയർത്തുന്നത്. സദാചാര ഗുണ്ടായിസം. കണ്ണൂരിലെ റസീനയുടെ ദാരുണാന്ത്യം. കണ്ണൂരിലെ സദാചാര ഗുണ്ടായിസത്തിന്റെ പേരിൽ റസീന എന്ന യുവതി ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതികൾക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി. റസീനയുടെ ആത്മഹത്യയെക്കുറിച്ച് കണ്ടെടുത്തതായി കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് അറിയിച്ചു. ഈ കുറിപ്പ് കേസിന്റെ നിർണായക വഴിത്തിരിവായി മാറിയിരിക്കുകയാണ്. റസീന മൻസിലിൽ റസീനയെയാണ് സ്വന്തം വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യാക്കുറിപ്പിൽ ഒരു സുഹൃത്തുമായി സംസാരിച്ചു ഇരിക്കുമ്പോൾ ഒരു സംഘം ഭീഷണിപ്പെടുത്തിയതായി റസീന വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ സംഘം യുവതിയുടെയും സുഹൃത്തിന്റെയും കൈവശമുണ്ടായിരുന്ന മൊബൈൽ ഫോണുകൾ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. പോലീസ് ഈ ഫോണുകൾ പ്രതികളിൽ നിന്നും കണ്ടെത്തിയിട്ടുമുണ്ട്. അറസ്റ്റിലായവരിൽ ഒരാൾ റസീനയുടെ അടുത്ത ബന്ധുവാണെന്നും പോലീസ് അറിയിച്ചു. മരിച്ച റസീനയുടെ മാതാവ് റസീനയുടെ സുഹൃത്താണ് മരണത്തിന് പിന്നിലെന്നും പണവും സ്വർണവും കാണാനില്ലെന്നും ആരോപിച്ചിരുന്നു. എന്നാൽ ആത്മഹത്യാക്കുറിപ്പിൽ ഇത്തരമൊരു പരാമർശമില്ലെന്ന് കമ്മീഷണർ നിതിൻ രാജ് വ്യക്തമാക്കി. സാമ്പത്തികപരമായ എന്തെങ്കിലും ആരോപണങ്ങൾ കുടുംബത്തിൽ നിന്നുണ്ടെങ്കിൽ അത് വിശദമായി അന്വേഷിക്കുമെന്നും എന്നാൽ ഇതുവരെ അത്തരത്തിലുള്ള കാര്യങ്ങൾ പോലീസ് കണ്ടെത്തിയിട്ടില്ല എന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പറമ്പായി സ്വദേശിയായ MC മൻസിലിൽ VC മുബഷിർ അതുപോലെ തന്നെ ഫൈസൽ, റഫ്സാൻ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. റസീനയുടെ ആത്മഹത്യാക്കുറിപ്പിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ അറസ്റ്റുകൾ രേഖപ്പെടുത്തിയത്. അറസ്റ്റിലായവർ SDPI പ്രവർത്തകരാണെന്നും പോലീസ് അറിയിച്ചു. സംഭവ ദിവസം അതായത് ഞായറാഴ്ച വൈകിട്ട് 3 മണിയോടെ കായലോട് അച്ചങ്കര പള്ളിക്കടുത്ത് കാറിനരികിൽ റസീന സുഹൃത്തുമായി സംസാരിച്ചിരിക്കുകയായിരുന്നു. ഈ സമയം അറസ്റ്റിലായവർ ഉൾപ്പെടെയുള്ള സംഘം അവിടെ എത്തി റസീനയെയും സുഹൃത്തിനെയും ഭീഷണിപ്പെടുത്തുകയായിരുന്നു. റസീനയെ വീട്ടിലേക്ക് പറഞ്ഞയച്ച ശേഷം സംഘം മയ്യിൽ സ്വദേശിയായ സുഹൃത്തിനെ കയ്യേറ്റം ചെയ്യുകയും 5 മണിക്കൂറോളം അടച്ചുവെച്ച് ചോദ്യം ചെയ്യുകയും ചെയ്തു. യുവാവിന്റെ മൊബൈൽ ഫോണും ടാബും പിടിച്ചെടുത്ത ശേഷം രാത്രി 8:30 പറമ്പായിലെ SDPI ഓഫീസിലേക്ക് കൊണ്ടുപോയി. തുടർന്ന് റസീനയുടെയും യുവാവിന്റെയും ബന്ധുക്കളെ ഓഫീസിൽ വിളിച്ചു വരുത്തി. രാത്രി വൈകിയാണ് യുവതിയെ ബന്ധുക്കൾക്കൊപ്പം വിട്ടയച്ചത്. ഈ സംഭവങ്ങളെല്ലാം റസീനയുടെ ആത്മഹത്യയിലേക്ക് നയിച്ചു എന്നാണ് പോലീസിന്റെ നിഗമനം. ദിലീപിനെതിരെ ഗുരുതര ആരോപണവുമായി സംവിധായകൻ സനൽകുമാർ. മഞ്ജു വാര്യരോടുള്ള അടുപ്പം തന്നെ ദിലീപിന്റെ ശത്രുവാക്കിയെന്നും മലയാള സിനിമയിലെ തന്നെ ക്രിമിനൽ മാനിപ്പുലേറ്റർ ആണ് ദിലീപ് എന്നും സനൽ ആരോപിച്ചു. ഫേസ്ബുക്കിൽ പങ്കിട്ട നീണ്ട കുറിപ്പിലൂടെയായിരുന്നു ദിലീപിനെതിരെ കടുത്ത ആക്രമണം നടത്തിയത്. അദ്ദേഹത്തിന്റെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: ജനപ്രിയ നായകൻ എന്ന നെറ്റിപ്പട്ടം കെട്ടിയ ദിലീപ് എന്ന കേരളം കണ്ട ഏറ്റവും വലിയ നടനെക്കുറിച്ചാണ് ഈ നീണ്ട കുറിപ്പ് ഞാൻ എഴുതുന്നത്. ഇയാളുടെ മുൻ ഭാര്യയാണ് മഞ്ജു വാര്യർ എന്നതുകൊണ്ട് അവളുടെ സ്വകാര്യത എന്ന പരിഗണനയിൽ ഇയാളെക്കുറിച്ച് എഴുതരുത് എന്ന് ഞാൻ പലപ്പോഴും എഴുതാനാകാത്ത വിരലുകൾ പിൻവലിച്ചിട്ടുണ്ട്. പക്ഷേ 2 കൊലപാതകങ്ങളുടെ അണിയറ പ്രവർത്തകർ വല്ലാതെ മണക്കുന്നത് കൊണ്ട് നാളെ എന്ന ദിവസം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമോ എന്ന ഉറപ്പില്ലാത്തതുകൊണ്ടുമാണ് ഞാൻ ഈ കുറിപ്പ് എഴുതുന്നത്. കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു ക്രിമിനൽ മാനിപ്പുലേറ്റർ ആണ് ദിലീപ്. ഇയാൾ ഒരു ക്രിമിനൽ മാനിപ്പുലേറ്റർ ആണെന്ന് പറയുമ്പോൾ തെളിവ് എവിടെ എന്ന് ചോദിച്ചു വരുന്നവരോട് എറണാകുളം സെക്ഷൻ കോടതിയിൽ ഒരിക്കലും തീർപ്പാകാതെ നീണ്ടുപോകുന്ന നടി ആക്രമിക്കപ്പെട്ട കേസിൽ മൊഴി വിവരങ്ങൾ മാത്രം പരിശോധിച്ചാൽ മനസ്സിലാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇയാൾക്കെതിരെ പബ്ലിക് ഡൊമൈനിൽ നിരവധി ആരോപണങ്ങൾ ഉണ്ടെങ്കിലും അതൊക്കെ നിങ്ങൾ പുച്ഛിച്ച് തള്ളാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് കോടതിയിലെ കേസിന്റെ കാര്യം ഞാൻ പറഞ്ഞത്. ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ആയി കലാരംഗത്ത് കടന്നു വന്ന ഇയാൾ മലയാള സിനിമ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയെ ഉപയോഗിച്ച് ഒതുക്കി തീർത്തിട്ടുള്ള കലാകാരന്മാരുടെ ഒരു നിര തന്നെയുണ്ട്. നടൻ തിലകനും സംവിധായകൻ വിനയനും ആ ഒരു നിരയിലെ പ്രധാനികളാണ്.
ഇയാൾ മലയാള സിനിമയിലെ സെക്സ് റാക്കറ്റുകളിലെ പ്രധാനിയാണെന്ന് നടി ആക്രമിക്കപ്പെട്ട കേസിലെ ഒന്നാം പ്രതിയായ പൾസർ സുനി എഴുതിയ കത്തിൽ ഉണ്ടെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. ആ കേസിലെ ഗൂഢാലോചനയിലെ മുഖ്യപ്രതിയും ഇയാൾ തന്നെയാണ്. ആ കേസിൽ ഇയാൾ അറസ്റ്റ് ചെയ്യപ്പെടുകയും 90 ദിവസത്തോളം ജയിലിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു. ആ കാലയളവിൽ മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിപ്ലവം പ്രവർത്തനം നടന്നിട്ടുണ്ട്. അതായത് WCC എന്ന സംഘടനയുടെ രൂപീകരണം. അയാളുടെ മുൻ ഭാര്യയും നടിയുമായ മഞ്ജു വാര്യർ എന്ന തീപ്പന്തമായിരുന്നു WCC ഉണ്ടാക്കിയതിന്റെ പിന്നിൽ ഏക കാരണം. നടി ലൈംഗികമായി ആക്രമിക്കപ്പെട്ട കേസിൽ ഗൂഢാലോചനയുണ്ട് എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് അവർ മുന്നോട്ട് വന്നതായിരുന്നു ആ കേസിൽ വിപുലമായ അന്വേഷണം നടക്കാനും WCC സ്ഥാപിക്കപ്പെടാനുമുള്ള കാരണമായി മാറിയത്. പിന്നീട് WCC ഉണ്ടാകുന്നത് കൊണ്ട് മലയാള സിനിമയിൽ സ്ത്രീകൾ നേരിടുന്ന ലൈംഗിക അതിക്രമത്തെക്കുറിച്ച് പഠിക്കാൻ ഹേമ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടു. എന്നാൽ പിന്നീട് ദിലീപ് ജയിലിൽ നിന്നും പുറത്തിറങ്ങിയതോടെ മഞ്ജു വാര്യർ ദുരൂഹമായ രീതിയിൽ WCCയിൽ നിന്നും പിൻവാങ്ങുകയാണ് ചെയ്തത്. എന്തുകൊണ്ടാണെന്നത് ഇതുവരെ അവരോട് ചോദിക്കാൻ ആരെങ്കിലും മുതിരുകയോ കാരണം വ്യക്തമാക്കാൻ അവർ തുനിയുകയോ ചെയ്തിട്ടില്ല. ഹേമ കമ്മീഷൻ പിന്നീട് ഹേമ കമ്മിറ്റിയായി രൂപീകരിക്കപ്പെട്ടു. അതിൽ മഞ്ജു വാര്യർ കൊടുത്ത മൊഴി മലയാള സിനിമയിൽ സ്ത്രീ പീഡനം നടക്കുന്നതായി തനിക്ക് അറിയില്ല എന്നാണ് വ്യാപകമായി പ്രചരിക്കപ്പെട്ടത്. മഞ്ജു വാര്യർക്കെതിരെ വ്യാപകമായ അപവാദ പ്രചാരണങ്ങളും നടന്നു. നടി ആക്രമിക്കപ്പെട്ട കേസിനെ കുറിച്ചോ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചോ മഞ്ജു വാര്യർ പിന്നീട് ഒരിക്കലും ഒന്നും തന്നെ മിണ്ടിയിട്ടില്ല. തനിക്കും മകൾക്കും ജീവന് ഭീഷണിയുണ്ടെന്നാണ് അന്ന് ഞാൻ സംസാരിച്ചപ്പോൾ മഞ്ജു വാര്യർ പറഞ്ഞത്. ഞങ്ങളുടെ സംഭാഷണത്തിന്റെ ശബ്ദരേഖ ഉൾപ്പെടെ ഞാൻ പൊതുസമൂഹത്തിന് മുമ്പിൽ വെച്ചിട്ടും അതേക്കുറിച്ച് അന്വേഷിക്കണമെന്ന ആവശ്യം പോലും ഉയരാത്ത വിധം മറക്കപ്പെട്ടിരിക്കുന്നു. നടി ആക്രമിക്കപ്പെട്ട കേസിൽ സാക്ഷികൾ ഒട്ടുമിക്കവാറും പേരും കൂറുമാറിയിരിക്കുകയാണ്. മഞ്ജു വാര്യരുടെയും ഭാവനയുടെയും ബാലചന്ദ്രൻ കുമാറിന്റെയും മൊഴികൾ പുറത്തു വരാതിരിക്കാൻ സഹായിക്കുന്ന രീതിയിൽ ഇൻ ക്യാമറ പ്രൊസീഡിംഗ് ആയി നടന്ന വിചാരണ ആയതിനാൽ എന്താണ് ആ കേസിലെ ഇവരുടെ മൊഴികൾ എന്ന് പുറത്തു വന്നിട്ടില്ല ഇതുവരെ. ആ കേസിൽ വിചാരണ ഏതാണ്ട് പൂർത്തിയായി വിധി വരും എന്ന ഘട്ടത്തിൽ വിധി തനിക്ക് അനുകൂലമാവും എന്ന ആത്മവിശ്വാസത്തിന്റെ പാരമ്യത്തിൽ ഇയാൾ ഒരു അഭിമുഖത്തിൽ പറയുകയുണ്ടായി. താൻ ഒന്നും മറക്കില്ലെന്നും ആരെയും വെറുതെ വിടില്ല എന്നുമാണ് അത്. പക്ഷേ സത്യം ദൈവത്തിന്റെ സംരക്ഷണത്തിലുള്ള സാമ്രാജ്യമാണെന്നും തെളിയുന്ന രീതിയിൽ ആ ഘട്ടത്തിൽ ബാലചന്ദ്രൻ കുമാർ എന്ന ഡയറക്ടർ ഇയാൾക്കെതിരെ തെളിവുകളുമായി മുന്നോട്ട് വന്നു. നടി ആക്രമിക്കപ്പെട്ട കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെ വധിക്കാൻ ഗൂഢാലോചന നടന്നതിന് താൻ സാക്ഷിയാണെന്നും ശബ്ദരേഖ സഹിതം അയാൾ പൊതുസമൂഹത്തോട് പറഞ്ഞു. നടി ആക്രമിക്കപ്പെട്ടതിന്റെ വീഡിയോ ഇയാളുടെ പക്കൽ ഉണ്ടെന്നാണ് താൻ സാക്ഷിയാണെന്നും അയാൾ പറഞ്ഞിരുന്നു. സ്ഫോടനാത്മകമായ വെളിപ്പെടുത്തൽ ആയിട്ടും അയാൾ ഇക്കാര്യത്തിൽ കേരളം മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി അയച്ചിട്ടും 1 മാസത്തോളം അത് അന്വേഷിക്കപ്പെട്ടില്ല. ഒടുവിൽ ബാലചന്ദ്രകുമാറുമായി റിപ്പോർട്ടർ ചാനലിലെ റോഷി പാൽ എന്ന മാധ്യമപ്രവർത്തകൻ നടത്തിയ ഒരു അഭിമുഖത്തിലൂടെയാണ് അത് പൊതു ചർച്ചയായി മാറിയത്. തുടരന്വേഷണം പ്രഖ്യാപിക്കാൻ സർക്കാരിന് മേൽ വലിയ ജനകീയ സമ്മർദ്ദം ഉണ്ടാക്കുന്നതുകൊണ്ട് മാത്രം വളരെ വൈകി അന്വേഷണം പ്രഖ്യാപിക്കപ്പെട്ടു. ആദ്യഘട്ടത്തിൽ ത്വരിത ഗതിയിൽ മുന്നോട്ടു പോയ അന്വേഷണം തെളിവുകൾ പിടിച്ചെടുക്കുന്ന ഘട്ടമായപ്പോഴേക്കും അട്ടിമറിക്കപ്പെട്ടു. തുടരന്വേഷണത്തിന്റെ ഭാഗമായി മഞ്ജു വാര്യരുടെ മൊഴി രേഖപ്പെടുത്തിയ ദിവസം അർദ്ധരാത്രി അന്വേഷണത്തിന്റെ നേതൃത്വം വഹിച്ചിരുന്ന ഉദ്യോഗസ്ഥൻ അതിൽ നിന്നും നീക്കം ചെയ്യപ്പെട്ടു. അതോടെ അന്വേഷണം പാതി വഴിയിൽ അവസാനിക്കുകയും പൂർത്തിയാവാത്ത അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കപ്പെടുകയും ചെയ്തു. ഇതിനിടയിൽ നടി ആക്രമിക്കപ്പെട്ടതിന്റെ തെളിവായ വീഡിയോ ദൃശ്യങ്ങൾ കോടതിയിൽ നിന്നും പകർത്തപ്പെട്ടിട്ടുണ്ട് എന്ന് ഫോറൻസിക് റിപ്പോർട്ടും പുറത്തു വന്നു. ദിലീപ് എന്ന ഈ ക്രിമിനൽ മാനിപ്പുലേറ്റർ വിചാരണ കോടതിയിൽ ജഡ്ജിയെ സ്വാധീനിക്കാൻ കരുക്കൾ നീക്കിയിരുന്നു എന്നതിനും ശബ്ദരേഖകൾ പുറത്തു വന്നു. അതിശയം എന്ന് പറയട്ടെ, നിരവധി തവണ പബ്ലിക് പ്രോസിക്യൂട്ടർ മാറുകയും ജഡ്ജിക്കെതിരെ പക്ഷാപാതിത്വം ആരോപിക്കപ്പെടുകയും ചെയ്തിട്ടും ആ കേസിൽ വിചാരണ അതേ കോടതിയിൽ തന്നെ തുടർന്നു. ജഡ്ജി സ്ഥാനക്കയറ്റം കിട്ടി സ്ഥലം മാറിപ്പോയപ്പോൾ ആ കേസ് ജഡ്ജിക്കൊപ്പം തന്നെ കോടതിയും മാറിപ്പോയി. അതാണ് ഏറ്റവും കൗതുകം നിറഞ്ഞ ഒരു കാര്യം. കേസിലെ ഫൈനൽ ഹിയറിംഗ് ഓപ്പൺ കോടതിയിൽ നടക്കണം എന്ന ആവശ്യം പീഡനത്തിന് ഇരയായ സ്ത്രീ തന്നെ ഉന്നയിച്ചിട്ടും അത് നിരസിക്കപ്പെടുകയാണ് ചെയ്തത്. ഇത്തരമൊരു കേസിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത രീതിയിലാണ് ആ കേസിലെ മാനിപ്പുലേഷനുകൾ നടന്നിട്ടുള്ളത് എന്ന് മാത്രം തിരിച്ചറിഞ്ഞാൽ മതി ഇയാളുടെ സ്വാധീനവും മാനിപ്പുലേഷൻ ശക്തിയും മനസ്സിലാക്കാൻ. സിനിമാ മേഖലയിലുള്ള സ്ത്രീകളുടെ പ്രശ്നം പഠിക്കാൻ നിയോഗിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അതീവ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് വിവരങ്ങൾ പുറത്തു വന്നിട്ടും അതിൽ നടപടിയൊന്നും ഉണ്ടായില്ല എന്നതാണ് മറ്റൊരു കാര്യം. അത് പൊതുസമക്ഷം എത്തുകയോ ചെയ്തിട്ടില്ല. മലയാള സിനിമയിലെ സെക്സ് റാക്കറ്റ്
ദാസ്യവൃത്തി ചെയ്യുന്ന ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത് എന്നതുകൊണ്ട് മാത്രം ഉദ്ദേശിക്കുന്നത്. ഇയാളുടെ സിനിമയുടെ പ്രൊമോഷനിൽ മോഡൽ ആകുന്ന രീതിയിൽ അധംപതിക്കാൻ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ സെക്രട്ടറിക്ക് പോലും മടിയില്ല എന്നത് കേരളം കണ്ടതാണല്ലോ. എന്നാൽ ഇക്കാര്യത്തിൽ പ്രതിപക്ഷം കക്ഷികൾ പോലും കാര്യമായി ശബ്ദം ഉയർത്തിയില്ല എന്നതിൽ നിന്നും ഈ റാക്കറ്റിന്റെ ശക്തി എത്രമാത്രമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. വിധിഹിതം എന്ന് പറയട്ടെ, ഈ ക്രിമിനൽ മാനിപ്പുലേറ്ററിന്റെ ശത്രുവാകാൻ ഒരു തരത്തിലും സാധ്യതയില്ല എന്നാണ് ഞാൻ 2019 മുതൽ അതിന് ഇരയായിക്കൊണ്ടിരിക്കുന്നത്. ഇയാളുടെ മുൻ ഭാര്യയായ മഞ്ജു വാര്യരുമായി എനിക്ക് അടുപ്പമുണ്ടാകുന്നു എന്ന സൂചനകൾ ഇയാൾക്ക് കിട്ടിയതാവാം അയാൾ എനിക്കെതിരെ കരുക്കൾ നീക്കാൻ തുടങ്ങിയതിന് കാരണമായത്. പിണറായി വിജയൻ സർക്കാരിനെതിരെയുള്ള എന്റെ നിലപാടുകൾ കാരണം CPM എന്ന ശത്രുസ്ഥാനത്ത് നിർത്തിയതും നിഷ്പക്ഷമായ എന്റെ രാഷ്ട്രീയ നിലപാടുകൾ കൊണ്ട് രാഷ്ട്രീയ കക്ഷികൾ ഒന്നും എന്നെ സംരക്ഷിക്കാൻ വരില്ല എന്ന ഉറപ്പും ഇയാൾക്ക് അനുകൂലമായ സാഹചര്യം ഒരുക്കിയിരുന്നു. എന്റെ സിനിമകൾ പുറത്തിറങ്ങാതെ ആകുകയായിരുന്നു ഇയാൾ ആദ്യമായി ചെയ്ത പദ്ധതി. ചോല എന്ന സിനിമ ഇയാൾ വില കൊടുത്തു വാങ്ങി എന്നാണ് ഞാൻ അറിഞ്ഞത്. ആ സിനിമയുടെ തിയേറ്റർ റിലീസിന്റെ സമയത്ത് അതിനെതിരെയും എനിക്കെതിരെയും വ്യാപകമായ അപവാദ പ്രചരണം ഉണ്ടായതിന് പിന്നിൽ ഇയാളുടെ നെറ്റ്വർക്ക് പ്രവർത്തിച്ചിട്ടുണ്ട്. എന്റെ സിനിമയുടെ മുൻ പ്രൊഡ്യൂസർ ആയിരുന്ന ഷാജി മാത്യുവിൽ നിന്നും സിനിമയുടെ റൈറ്റുകൾ കൈക്കലാക്കാനും ശ്രമം നടന്നിട്ടുണ്ട്. എനിക്കെതിരെ തിരിഞ്ഞതിന് പ്രതിഫലമായി ഷാജി മാത്യുവിന് മലയാള കൊമേഴ്ഷ്യൽ സിനിമയിൽ എൻട്രിയും ഉണ്ടായി. പരമരഹസ്യമായിരുന്നു അത്. ഇപ്പോഴും ഷാജി മാത്യു കരുതുന്നത് ഞാൻ അത് അറിഞ്ഞിട്ടില്ല എന്നതാണ്. നിവിൻ പോളി നായകനായ മഹാവീര്യൻ എന്ന സിനിമയിൽ ഷാജി മാത്യുവിന് പങ്കാളിത്തമുണ്ട് എന്നത് ഞാൻ അറിഞ്ഞു. ആ സിനിമയ്ക്ക് ശേഷം നിവിൻ പോളിയുടെ കരിയറിൽ വീണിട്ടുള്ള ഇരുളുകളും ഈയിടെ ഇയാളുടെ ഒരു സിനിമ പ്രൊമോഷനിടയിൽ നിവിൻ പോളിയുടെ പേര് അനാവശ്യ വിവാദത്തിലേക്ക് വലിച്ചയക്കാനുള്ള ശ്രമവും യാദൃശ്ചികമല്ല.